കാതടി കുറുമ്പി നിന്റെ സ്നേഹിതയാണു ഞാൻ. കരളേ കരളിൻ്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ. ഗംഭീരായിട്ടുണ്ട് ഹാപ്പി ആയിട്ടുള്ളേ. ഗാന്ധി ഭവനിലുള്ള നമ്മുടെ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിലുള്ള സോമരാജ് സാറിന്റെ അമ്മമാരാണ്. അതായത് 1000 അമ്മമാർക്ക് 1000-ലേറെ അമ്മമാർക്ക് ഒരു മോന്. അമ്മച്ചിയൊക്കെ പ്രസവിച്ച് 5ഉം 4ഉം മക്കളൊക്കെ പ്രസവിച്ചു അല്ലെ? അതൊക്കെ അല്ല മക്കളില്ല അല്ല, അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് മക്കളെ പ്രസവിച്ച അമ്മമാരുണ്ടല്ലോ. പക്ഷെ ഒരു മകന് 1000-ലേറെ അമ്മമാരുണ്ടാവുന്നത് ഗാന്ധി ഭവനിൽ മാത്രമേ ഉള്ളൂ അല്ലേ? സോമരാജ് സാറിന് ആ ഭാഗ്യം കിട്ടി. ഞങ്ങളെപ്പോലുള്ള അനാഥരായ അമ്മമാർക്ക് ഒരു മോന് നിങ്ങൾക്ക് സംരക്ഷണം തരിക. ഓരോ കുടുംബങ്ങളും സത്യത്തില് ഫാമിലി ആയിട്ട് വന്ന് നിങ്ങളൊക്കെ വന്ന് സന്ദർശിച്ച് നിങ്ങളെ സഹായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ. നിങ്ങളെപ്പോലുള്ളവരെ സഹായിച്ച ദൈവം കൈവിടൂല. കാരണം എം എ യൂസഫ് അലിക്ക ഇത്രയും പുണ്യപ്പെട്ട പ്രവൃത്തി നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കെടുക്കാനുള്ള സൗകര്യം ചെയ്തെന്ന് ഇനിയിപ്പോൾ ആണുങ്ങൾക്കുള്ള സൗകര്യം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇത്രയും വലിയ ബിൽഡിംഗ്. ഈ അമ്മച്ചി ദുബായ് ആയിക്കോട്ടെ. കരയാനും പറയാനും മനം തുറന്നിറങ്ങാനും നീയല്ലാതാരുണ്ട് കോനെ. നിന്റെ കരളിന്റെ ഒരുക്കങ്ങളറിഞ്ഞു നീയാനിഗ്രഹം ചൊരിയല്ലേ എന്റെ തമ്പുരാനെ. നേർവഴി ഞങ്ങളെ കൂട്ടണേ റബ്ബേ, നേർവഴി ഞങ്ങളെ കൂട്ടണേ റബ്ബേ. അല്ലായും അല്ലാന്റെ റസൂല് കൊണ്ടെന്ന് ചിന്തിച്ചിറങ്ങണം നീ എന്ന. പെറ്റും മാതായും മാമില്ലല്ലോ, കൂട്ടം കൂടുമ്പോവുമില്ലല്ലോ. അള്ളാടെ സഹായം മാത്രമേയുള്ളല്ലോ, പെരിയോനെ ഉടയോനെ കാക്കണേ. ഗംഭീരായി. എന്താ അമ്മച്ചിന്റെ പേര്? ഔസത്ത്. എല്ലാ ഇവിടെ കേരളത്തിലെവിടെ? ഒഴൂര് അല്ലേ? ഞങ്ങളെ അമ്മച്ചിക്ക് എല്ലാ സൗഭാഗ്യം ഉണ്ടാകട്ടെ. ഈ സന്തോഷവതിയാണല്ലോ എപ്പോഴും. മക്കളുണ്ടെന്നാ? എത്രണ്ണം? 3 പേരുണ്ട്. അവർക്ക് സന്തോഷ ജീവിതം കൊടുക്കട്ടെ. അവർക്ക് ഇങ്ങനെ ഒരു ഗതി പടച്ചും വരുത്താതിരിക്കട്ടെ. നല്ല മനസ്സ് കൊടുക്കട്ടെ. തിരിച്ചു വന്ന് അമ്മച്ചിനെ സ്വീകരിക്കാനും സ്നേഹത്തോടെ അമ്മച്ചിന്റെ മരണം വരെ ഒപ്പം അമ്മച്ചിക്ക് സംരക്ഷണം തരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അവർക്ക് ആ മനസ്സ് കൊടുക്കട്ടെ പഠിച്ചോട്ടാ. ഒരു പാട്ടും പാടുന്നല്ലേ പാടട്ടെ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ കാന്തിപ്പവനുണ്ട്. അല്ലേ? കാന്തിപ്പവനല്ലോ. പാമ്പുകൾക്ക് ആർക്ക് അടല്ലെങ്കിലും ഗാന്ധി ഭവനില് മനുഷ്യർക്ക് അടണ്ട് അല്ലേ? അതായത് നിങ്ങളെപ്പോലുള്ള അനാഥരായ ആരും ഇല്ലാത്തവർക്ക് എല്ലാം എല്ലാ ദൈവവും എന്റെ അമ്മക്ക് നല്ലത് മാത്രം വരുത്തട്ടാ. സൗഭാഗ്യം ഉണ്ടാട്ടട്ടാ. മാഷേ ഇത് ത്യാഗരാജ മാഷ് നമുക്കാർക്കും മറക്കാൻ കഴിയില്ല. ഞങ്ങളെ പാങ്ങല് മലപ്പുറം ജില്ലയില് പത്തനാപുരത്തുകാരനാണ്. പക്ഷെ 36 വർഷത്തോളം അല്ലേ മാഷെ ഞങ്ങളെ LP സ്കൂളില് അതായത് മാഷായി കാര്യം പിന്നെ HM ആയിട്ടാണ് അവിടുന്ന് അദ്ദേഹം റിട്ടയർഡായത്. പക്ഷെ ആ ജീവിതകാലത്ത് മുഴുവനും ഒരുപാട് മനുഷ്യർക്ക് അതായത് എല്ലാ സ്വാഭാവികത്തോടെയും സ്നേഹത്തോടെയും അതായത് കാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടിയായാലും മറ്റുള്ള സ്കൂളിലെ കുട്ടികൾക്ക് ഓരോ ബുദ്ധിമുട്ട് വരുമ്പോൾ അവിടെ മാഷ് സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. എന്നെപ്പോലുള്ള ആൾക്കാരെ സമീപിച്ചിട്ടും അതേമാതിരി ഭക്ഷണമില്ലാത്ത മക്കൾക്ക് പോലും മാഷ് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ടൂറ് പോകാനും പൂതിയുള്ള കുട്ടികളെ അങ്ങനെ പലതരത്തിലും മക്കളെ സ്നേഹം കൊടുത്ത് അവിടുന്ന് റിട്ടയർഡായി തിരിച്ച് നാട്ടിൽ നിന്ന് പോരുമ്പോൾ നാട്ടുകാർ മുഴുവനും പാടെ കരഞ്ഞിട്ടാണ് യാത്ര അയക്കുന്നത്. മാഷ് പോകരുത്, ഞങ്ങളെ വിട്ടു പോകരുത് എന്നിട്ട് വല്ലാത്തൊരു യാത്രയപ്പായിരുന്നു മാഷ് കിട്ടിയത് ഇല്ലേ മാഷെ? അതെ അതെ. എന്താ പറയണം മാഷെ? എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് മലപ്പുറത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ സഹോദരങ്ങളെ കണ്ടതിൽ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. അപ്പോൾ അവരോടൊപ്പം തന്നെ ഈ ഗാന്ധിഭവൻ സന്ദർശിക്കാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. ഗാന്ധിഭവന്റെ ചരിത്രം പറയുമ്പോൾ അത് ഏറെ പറയാനുണ്ട്. പക്ഷെ ഞാൻ അതിനോടൊന്നും പോകുന്നില്ല. പക്ഷെ ഗാന്ധിഭവൻ മഹാത്മാവിന്റെ പേര് അനർത്ഥമാകത്തക്ക രീതിയിൽ ആണ് തീർച്ചയായിട്ടും ഇതിന്റെ പ്രവർത്തനങ്ങൾ ചിട്ടകളും അല്ല. അപ്പോൾ സോമരാജ് സാർ തന്നെ അദ്ദേഹം ഒന്നൊന്നപ്പോൾ ഗാന്ധിയനാണ്. വെറുതെ കഥന്റെ ഉപ്പായിട്ട് ഗാന്ധി ഗാന്ധി പറയുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം
നിരാലംബർക്ക് അഭയം നൽകുന്ന സങ്കേതമാണിത്. ആ കാര്യം സംശയമില്ല. കാര്യത്തിൽ അതുപോലെ തന്നെ ഇത്തരുണത്തിൽ നമുക്ക് യൂസഫ് അലി സാറിനെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ അന്തേവാസികൾക്ക് നല്ല നല്ല കെട്ടിടം, അതുപോലെ തന്നെ നല്ല നല്ല ഭക്ഷണം കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങളും ബഹുമാനായ യൂസഫ് അലി സാറ് നിർവഹിക്കുന്നു. ഇനിയും നല്ല നല്ല മനുഷ്യ സ്നേഹികൾ ഇനിയും ഗാന്ധിഭവൻ സന്ദർശിക്കട്ടെ. ഈ ഗാന്ധിഭവൻ അന്തേവാസികൾക്ക് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് മാഷേ. അല്ല, ഏകദേശം എത്ര ആളുകളുണ്ട് ഇപ്പോൾ നിലവിൽ? ഇപ്പം ഇവിടെ നമുക്ക് 1500-നടുത്ത് ആൾക്കാരുണ്ട്. അത് ഇപ്പം 6 മാസം പ്രായമുള്ള കുഞ്ഞു മുതൽ 100 വയസ്സ് കഴിഞ്ഞവർ വരെയുണ്ട്. ഏറ്റവും കൂടുതൽ അച്ഛനമ്മമാരാണ്. നമുക്കിവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു 45ഓളം കുട്ടികളുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്. സ്പെഷ്യൽ സ്കൂളിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ഒരു 75ഓളം കുഞ്ഞുങ്ങളുണ്ട്. സത്യത്തിൽ എൻ്റെ പെങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ശ്രീദേവി. ശ്രീദേവി പെങ്ങളോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇവിടെ ഞങ്ങൾ കണ്ടു മളെ എൻ്റെ കുട്ടി ഇരിക്കേന്ന് ചോദിക്കേണ്ട ഓരോ അമ്മമാരും. എൻ്റെ ശ്രീദേവി പെങ്ങൾക്ക് എന്താണ് ഈ കിട്ടുന്ന സുഖം? ഇവിടുത്തെ അച്ഛനമ്മമാർക്കെല്ലാം ഞങ്ങളെല്ലാവരും 250ഓളം സേവന പ്രവർത്തകരുണ്ട്. എല്ലാവരും അവർക്ക് മക്കളാണ്. അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് അച്ഛനമ്മമാരുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. അവർക്കെല്ലാം അവരെല്ലാരും മോളേന്നും മോനേന്നും ഒക്കെ എല്ലാരും അങ്ങനെ വിളിക്കുള്ളൂ. സാറിന് കിട്ടുന്ന ഭാഗ്യം എൻ്റെ പെങ്ങൾക്ക് കിട്ടിയില്ലേ? അതെ, തീർച്ചയായിട്ടും. ഇവിടുത്തെ മളയെന്ന് വിളിക്കുമ്പോ എത്ര അമ്മമാരെ വിളിക്കും. അല്ലെങ്കിലും നമ്മളിപ്പോ ഒരു 2 ദിവസം ഇവിടെ വന്നില്ലെങ്കിൽ അവര് തിരക്കും നമ്മളെ. ഇന്നലെ എന്തിയ മോള് വരാത്ത എന്താന്ന് തിരക്കും. അപ്പൊ നമ്മളെ തിരക്കാനും അന്വേഷിക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഒരുപാട് അമ്മമാരെ സ്വർഗം എന്ന് പറഞ്ഞ ഇവിടെ ഉണ്ട് അല്ലേ? ഈ മക്കള് പോലും ഉപേക്ഷിച്ച അവർക്ക് വേണ്ടിയിട്ട് ജീവിതം ബാക്കി വെച്ച നിങ്ങൾ ഭാഗ്യവതിയല്ലേ? സോമനാഥ് സാർ ഭാഗ്യവതി. ഇവിടത്തിൽ ഓരോ അംഗങ്ങളും അല്ലേ, എല്ലാ നന്മൻ്റെ ആട്ടെ ഓരോ ഫാമിലി സത്യത്തിൽ ഈ സ്ഥാപനം ഒന്ന് സന്ദർശിക്കണം അല്ലേ? കുടുംബമായിട്ട് വരണം. എന്നാലും നമ്മളെ രക്ഷിതാക്കൾ എന്താണ്, രക്ഷിതാക്കളെ സ്നേഹിക്കണം എങ്ങനെയെന്നുള്ളതൊക്കെ. ജീവിതം ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടെന്ന് മനുഷ്യർക്ക് മനസ്സിലാവണം. ഒരു വട്ടമെങ്കിലും കുട്ടികളെയുമായിട്ട് ഇവിടെ എത്തണം. അത് സ്വന്തമല്ല, ഇന്ന് നമ്മൾ ഇവരെ ഇവിടെ കൊടുന്നാക്കുമ്പോ നാളെ നമ്മളെ മക്കൾ നാളെ അധികം വഴുകാതെ നമ്മളവിടെ എത്തിക്കും എന്നുള്ളതിനും എത്രയോ അനുഭവങ്ങളുണ്ട്. തിരുത്താനും ചിന്തിക്കാനും രക്ഷിതാക്കൾ. അയ്യോ, താങ്ക്സ് പെങ്ങളെ. ഓക്കെ, അപ്പൊ നമ്മളെ പാലേരിശ്ശേരി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ ഞങ്ങളൊക്കെ ലൈവ് റേഞ്ച്